ഡിസംബർ ഒരു പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇതാണ് കേട്ടോ അവസ്ഥ. 2 കണ്ണ് മാത്രമേ വെളിയിൽ കാണുള്ളൂ. ഇപ്പൊ പിന്നെ നമുക്ക് കുറച്ച് ആൾക്കാരെയൊക്കെ ദൂരെ നിന്നൊക്കെ കാണാൻ പറ്റും. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്നതിന് നമുക്ക് തൊട്ട് മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരെ പോലും കാണാൻ പറ്റില്ല കേട്ടോ. ആ ഒരു അവസ്ഥയിലേക്ക് വരുവേ. അപ്പം 7 മണി ആകുമ്പോഴത്തേനും ബസ് വരും. അപ്പം കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന ഒരു അവസ്ഥ സത്യം പറഞ്ഞാൽ കുറച്ച് കഷ്ടമാണ് കേട്ടോ. നമുക്ക് പിന്നെ അവരെ വിട്ടിട്ട് വന്നിട്ട് കുറച്ച് നേരം ഹീറ്ററിന്റെ കീഴിലൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തണുപ്പൊക്കെ മാറ്റാം. പിന്നെ സ്കൂളിലായാലും കുട്ടികൾക്ക് ഇപ്പം വെയിലൊക്കെ വരുന്ന സമയത്ത് അവർക്ക് ഗെയിംസ് ഒക്കെ കൊടുക്കും. അപ്പോൾ കുട്ടികൾ കുറച്ച് ഓടിയും ചാടിയൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് ബോഡിയൊക്കെ ഒന്ന് ഹീറ്റ് ആവുമല്ലോ അവരുടെ. അങ്ങനെ അവരെ വിട്ടിട്ട് വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ നാസ്തയൊക്കെ കഴിച്ചു. നാസ്തയൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 ബെഡ്റൂമിൻ്റെയും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റണമായിരുന്നു. ആക്ച്വലി ഈ ബെഡ്ഷീറ്റില്ലേ ഇത് വെയ്റ്റ്ലെസ് ആയിട്ടുള്ള കമ്പിളിയാണ് കേട്ടോ. ഞങ്ങൾ വിശാഖപട്ടണത്തും ബാംഗ്ലൂരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഈ ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് അവിടെ ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ നമുക്കിങ്ങനെ പുതച്ച് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഇവിടെയുള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെയുള്ള വെയ്റ്റ്ലെസ് ആയിട്ടുള്ള കമ്പിളി മേടിച്ചിട്ട് തണുപ്പ് സമയമാകുമ്പം ഇതേപോലെ ബെഡ്ഷീറ്റായിട്ട് വിരിക്കും കേട്ടോ. ഇവിടെ ഉള്ളവർക്ക് ഇതിൻ്റെ തന്നെ പില്ലോ കവറും ഒക്കെ ഉണ്ട് കേട്ടോ. തണുപ്പായി കഴിഞ്ഞാൽ ഫുള്ള് ഇതേപോലെ കമ്പിളി സാധനങ്ങളാണ് അവർ കൂടുതൽ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഡ്രസ്സ് ആയിക്കോട്ടെ, കിടക്കാനുള്ള പുതപ്പായിക്കോട്ടെ, ഇതെല്ലാം ഇതേപോലെയുള്ള സാധനങ്ങളായിരിക്കും കേട്ടോ. എൻ്റെ കയ്യിലുണ്ടായിരുന്ന കമ്പിളി അങ്ങനെ ഞാൻ ബെഡ്ഷീറ്റായിട്ട് അങ്ങ് വിരിച്ചിട്ട് കേട്ടോ. ഇത് വെച്ചിട്ട് വേറെ പ്രയോജനമൊന്നും ഇല്ലല്ലോ. അപ്പം പിന്നെ അതവിടെ കിടക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അപ്പം പില്ലോ കവറൊന്നും എൻ്റെ കയ്യിലില്ല കേട്ടോ. അപ്പോൾ ഉള്ള പില്ലോ കവർ വെച്ചിട്ട് ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്തു. അല്ലെങ്കിൽ ഇവിടുത്തെ തണുപ്പിനെ പ്രതിരോധിക്കാനൊന്നും ഈ കമ്പിളിയും കൊണ്ട് പറ്റില്ല കേട്ടോ. ഇവിടുത്തെ തണുപ്പിനെ പ്രതിരോധിക്കണമെങ്കിൽ ഒരു 3-4 കിലോ ഉള്ള കമ്പിളി നമുക്ക് വേറെ വേണം കേട്ടോ. അപ്പോൾ പിന്നെ അതാണല്ലോ നല്ലത്. ഞങ്ങളുടെ റൂമിന്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവന്മാരുടെ റൂമിൽ കയറിയിട്ട് ചില സമയത്ത് അതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. കട്ടിലേന്ന് സോക്സും തൊപ്പിയും ചോക്ലേറ്റിന്റെ കവറും പിന്നെ കിച്ചണിൽ നിന്ന് മിസ്സായിട്ടുള്ള സ്പൂൺ വരെ അവന്മാരുടെ കട്ടിലെ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും കേട്ടോ. ഇതിന് മുമ്പൊക്കെ ഞാൻ ഡെയിലി വഴക്കുണ്ടാക്കുമായിരുന്നു. ഇപ്പൊ പിന്നെ ഞാനും വിചാരിക്കും പറഞ്ഞിട്ടൊന്നും ഒരു കഥയില്ല അവന്മാരുടെ അടുത്ത്. എത്ര പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ അവിടെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ക്ലീൻ ചെയ്തിടുന്നതും വെറുതെയാണ്. സ്കൂളിൽ നിന്ന് വരുന്നിടം വരെ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തോട്ട് കയറി കിടന്നിട്ട് അത് ഫുള്ള് ചവിട്ടി തേച്ച് ഒരു പരുവാക്കും കേട്ടോ. ഞാൻ കംപ്ലീറ്റ് ഇട്ടും അത് മൊത്തം എടുത്ത് മെത്തയുടെ അടിയിൽ കുത്തികയറ്റി വെച്ചിട്ടുണ്ടെങ്കിലും എനിക്കറിയില്ല അത് എങ്ങനെയാ അത് വെളി വരുന്നതെന്നുള്ളത്. എന്നാൽ അവരുടെ കട്ടിലിൽ അതൊന്നും കിടക്കില്ല. അങ്ങനെ അതിന്റെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് UP-കാരാണ് കേട്ടോ താമസിക്കുന്നത്. അപ്പൊ ഇവിടെ ഇങ്ങനെ തണുപ്പാവുന്ന സമയത്ത് ഇവരൊക്കെ ഇങ്ങനെ വെയിലത്തൊക്കെ പോയിരുന്നിട്ട് ഇതിപ്പോ അവർ മാറ്റം ഉണ്ടാക്കിയതാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ. ഇതേപോലെ മാറ്റൊക്കെ ഉണ്ടാക്കാം. പിന്നെ കുറച്ച് ആൾക്കാരെ വെയിലത്തൊക്കെ ഇരുന്നിട്ട് നമ്മുടെ വൂളില്ലേ, വൂള് വാങ്ങിക്കൊണ്ട് വന്നിട്ട് സ്വന്തമായിട്ട് ഇങ്ങനെ ക്യാപ്പ് പിന്നെ സ്വെറ്റർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരിങ്ങനെ വെയിലത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മളെപ്പോലെ ഒന്നുള്ള കേട്ടോ അവരെപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ അവരുടെ ആ പരിപാടികളൊക്കെ കണ്ടിട്ട് ഞാൻ കിച്ചണിലേക്ക് കയറി കേട്ടോ. ഇനി ഉച്ചക്കലത്തിനുള്ള ലഞ്ച് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഞാൻ തുടങ്ങുന്നത് എപ്പോഴും കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ. ഒരു 12 മണിയൊക്കെ ആയിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ആവുന്നത്. കുട്ടികൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴത്തേനും 2:30 ആവുന്ന കാരണം പിന്നെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും തണുത്തു പോകും. അതാണ് ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2:30 ഒക്കെ ആകുമ്പോഴത്തേനും മതിയല്ലോ. അത് കാരണം കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ തുടങ്ങുന്നത്. എൻ്റെ തൊണ്ടയ്ക്ക് ഒരു കിച്ച് തോന്നുന്നു കേട്ടോ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ മാർക്കറ്റിൽ ഫ്രഷ് ആയിട്ട് ഇഷ്ടം പോലെ ലീഫി വെജിറ്റബിൾസ് കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഇപ്രാവശ്യം വാങ്ങിയത് കുറച്ച് ഉള്ളിപ്പൂവാണ് കേട്ടോ. ഉള്ളിപ്പൂവിൻ്റെ തോരൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ചെറിയ ഉള്ളി തോരൻ വെക്കുന്ന ആ ഒരു ടേസ്റ്റാണ് കേട്ടോ അതിനകത്ത് ഞാൻ അങ്ങനെ വേറെ ഒന്നും ഇടാറില്ല. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉള്ളിപ്പൂവിൻ്റെ തോരൻ കഴിക്കാൻ വേണ്ടിയിട്ട്. ചെറിയുള്ളിയുടെ തോരൻ കഴിക്കണമെങ്കിൽ തന്നെ ആ ചെറിയുള്ളി വൃത്തിയാക്കണം. പിന്നെ അത് കട്ട് ചെയ്തെടുക്കണം. ഈ തണുപ്പത്ത് അത് വലിയ മെനക്കെട്ട് പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതിനേക്കാളും എളുപ്പം എപ്പോഴും ഇതുപോലെ ഉള്ളിപ്പ് വാങ്ങിച്ചിട്ട് വന്നിട്ട് തോരൻ വെക്കലാണ് കേട്ടോ. ആ സെയിം ടേസ്റ്റ് തന്നെ ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് എളുപ്പം കാര്യവും സാധിക്കും. അപ്പോൾ ഉള്ളി അരിഞ്ഞെടുക്കുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. കണ്ണിൽ കൂടി ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേയിരിക്കും. ഈ ഉള്ളിപ്പൂ അരിഞ്ഞാലും കണ്ണിൽ കൂടെ വെള്ളം വരും കേട്ടോ. പക്ഷേ എന്നാലും ഉള്ളിയുടെ അത്ര ഒരു എഫക്റ്റ് ഇല്ല ഇതിന് കേട്ടോ. ആ കണ്ണിൽ കൂടെ വെള്ളം വരൽ കുറച്ചൊന്ന് കുറവായിരിക്കും. അപ്പം ഞാൻ ഓൾറെഡി ഉള്ളി അരിയുന്ന സമയത്തിന് ഞാൻ ഓൾറെഡി ചിക്കൻ മറക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതൊന്ന് വറുത്തെടുക്കണം. അപ്പം ആദ്യമേ ഞാൻ വിചാരിച്ചു തോരൻ വെച്ചിട്ടാകാമെന്ന് വിചാരിച്ചു. അപ്പം അത് എണ്ണയുടെയൊക്കെ അവസ്ഥ ഇതാണ് കേട്ടോ. ഇങ്ങനെ ഉറഞ്ഞിരിക്കുകയാണ്. അപ്പം എണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് അതിനകത്ത് നമ്മൾ നോർമൽ കടുവൊക്കെ വറക്കുന്ന പോലെ കുറച്ച് കടുവ് ഇട്ടു. പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ട് കടുവൊക്കെ വറുത്തു. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിപ്പൂ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തോരൻ റെഡിയാവും കേട്ടോ. ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് തോരൻ റെഡിയാക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ അതിനകത്തേക്ക് മുളക് ഇങ്ങനെ നീളത്തിലാണ് കേട്ടോ അരിഞ്ഞിട്ട് കൊടുത്തത്. ഇളയ മോൻ അതിങ്ങനെ കടിക്കുമ്പം അവന് ഇരിക്കുന്നേന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കും. അത് കാരണം ഞാൻ അതിങ്ങനെ പറക്കി മാറ്റാനുള്ള സൗകര്യത്തിന് ഇട്ട് കൊടുത്തത്. അങ്ങനെ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ആവി കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ തോരൻ അങ്ങ് റെഡിയാവും.
തോരൻ റെഡിയാക്കി വെച്ചിട്ട് ഇനി ചിക്കൻ വറുക്കണം. ചിക്കൻ വറുത്തതിന് ശേഷം കുറച്ച് രസം കൂടി വെക്കണം കേട്ടോ. നല്ല കുരുമുളകൊക്കെ ഇട്ട് രസം വെക്കാന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഇപ്പൊ തണുപ്പ് തുടങ്ങിയത് പിന്നെ ഇഞ്ചിക്കും കുരുമുളകിനും ഒക്കെ നല്ല ചിലവാണ് കേട്ടോ. ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളൊന്ന് പിടിച്ചു നിൽക്കുന്നത് തന്നെ. അപ്പം പെട്ടെന്ന് തന്നെ നമ്മുടെ തോരൻ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ചിക്കൻ കൂടി വറുത്തെടുക്കണം. അപ്പൊ ചിക്കൻ വറുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ തന്നെ അതിനകത്തേക്ക് ഒരു 2-3 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഓൾറെഡി ഞാൻ മസാലയൊക്കെ തേച്ച് വെച്ചിരുന്നതായിരുന്നു. അപ്പൊ ഒരു 2-3 സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പൊ ഞാനിത് എണ്ണ ഒഴിച്ചിട്ടല്ല കേട്ടോ വറുക്കുന്നത്, കുറച്ചൊരു ഹെൽത്തി വെർഷനായിട്ടാണ്. എൻ്റെ കയ്യിൽ എയർ ഫ്രയർ ഉള്ളത് കൊണ്ട് ഞാൻ അതിനകത്താണ് കേട്ടോ വറുത്തെടുക്കുന്നത്. ഇപ്പോഴും ചിക്കൻ ആയാലും മീനായാലും ഒക്കെ ഞാൻ മിക്ക ദിവസങ്ങളിലും അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം അലുമിനിയം ഫോയിൽ ആ ട്രെയിലൊന്ന് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ചിക്കൻ പീസൊക്കെ ഒന്ന് പറക്കി ട്രെയിലൊന്ന് നിരത്തി വെക്കും. ഇതാണ് കേട്ടോ എൻ്റെ എയർ ഫ്രയർ. അപ്പം ആദ്യമേ അതൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അപ്പം പ്രീഹീറ്റ് ചെയ്യാൻ ഇടുന്ന സമയത്ത് അതൊരു 5 മിനിറ്റ് പ്രീഹീറ്റ് ആവും. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ട്രേ നമുക്ക് അതിനകത്തോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം അതിനകത്ത് എനിക്ക് ചിക്കൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ആ ഓപ്ഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ 185 ഡിഗ്രിയിൽ 40 മിനിറ്റ്സ് ആണ് കേട്ടോ. അങ്ങനെ 40 മിനിറ്റ്സ് മൊത്തത്തിൽ ഞാൻ വെച്ച് കൊടുക്കാറില്ല. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് അതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കും കേട്ടോ. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഇതേപോലെ എയർ ഫ്രയറിൽ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ വെക്കുന്ന സമയത്ത് പെട്ടെന്ന് ഡ്രൈ ആയി പോകലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കും കേട്ടോ. അതിൻ്റെ ഉള്ളിലുള്ള ഹീറ്റ് ഇങ്ങനെ മൊത്തത്തിൽ അതിങ്ങനെ എടുത്ത് വെളിയിൽ കളയുന്നതുകൊണ്ടായിരിക്കും തോന്നുന്നു അത് പെട്ടെന്ന് ഇങ്ങനെ ഡ്രൈ ആയി പോകുന്നത്. അപ്പോൾ ആ ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടേസ്റ്റിന് മാറ്റം ഉണ്ടാവില്ല. ഒരുപാട് അങ്ങനെ ഡ്രൈ ആയി പോവില്ല കേട്ടോ. അപ്പം ഞാൻ എങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പം അങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് എടുത്തും വെച്ചും നമ്മളങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് കഴിക്കാൻ പറ്റും. 3 സ്പൂൺ എണ്ണയിൽ എത്രയും ചിക്കനൊക്കെ വറുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അപ്പം ഞാൻ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. ചിക്കനായാലും മീനായാലും ഒക്കെ ഇപ്പം ഇത് വാങ്ങിയതിന് ശേഷം ഇതിൽ തന്നെയാണ് കേട്ടോ വറുത്തൊക്കെ എടുക്കല്. എല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് നമ്മൾ എണ്ണ ഒഴിച്ച് വറുത്തെടുക്കുന്ന ആ ഒരു ടേസ്റ്റ് ആണെന്നാണ് കേട്ടോ. പക്ഷെ ഒരിക്കലും അല്ല, എനിക്കും രണ്ടും രണ്ടായിട്ട് തന്നെയാണ് ഫീൽ ആയിട്ടുള്ളത്. എണ്ണ ഒഴിച്ച് വറുത്തെടുക്കുന്നതിന്റെ ടേസ്റ്റ് വേറെ, ഇതിന്റെ ടേസ്റ്റ് വേറെ. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കഴിക്കാൻ പറ്റാതിരിക്കാനുള്ള ടേസ്റ്റ് വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. ചെറിയൊരു വ്യത്യാസമുണ്ട്, രണ്ടും രണ്ടായിട്ട് തന്നെയല്ല ചെയ്യുന്നത്. അതിന്റെ ഒരു വ്യത്യാസം എന്തായാലും ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ ചിക്കൻ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോ എന്താ പറ്റിയെന്നറിയോ, എൻ്റെ മോൻ അതിബുദ്ധി കാണിച്ചതാണ് കേട്ടോ. അപ്പൊ അതിനകത്ത് കുറച്ച് ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. ഞാനത് ട്രേ എടുത്തപ്പോഴാണ് അതിനകത്ത് ഇങ്ങനെ കരിഞ്ഞു കിടക്കുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് കേട്ടോ അവൻ പറയുന്നത് ഇതേപോലെ ഉള്ളി അരിഞ്ഞ് വെച്ചത് കരിഞ്ഞു പോയതാണ്. പിന്നെ അതിൽ നിന്ന് ഞാൻ ചിക്കനൊക്കെ പറക്കിയെടുത്തു. പിന്നെ ബാക്കി കുറച്ച് ചിക്കൻ കൂടി പറക്കാനുണ്ടായിരുന്നു, അതും കൂടി ഞാൻ വെച്ചു കേട്ടോ. അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പം പിന്നെ അവർക്ക് ചോറ് കഴിക്കാൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർക്കുള്ള ചോറ് കൊടുത്തു കേട്ടോ. പിന്നെ ഉള്ളി വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചിക്കൻ്റെ മുകളിൽ കുറച്ച് പച്ചയുള്ളിയും കൂടി അരിഞ്ഞ് വെച്ചു കൊടുത്തു. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറും ചിക്കൻ വറുത്തതും പിന്നെ ഉള്ളിപ്പൂവിൻ്റെ തോരനും പിന്നെ അച്ചാറും ഉണ്ട്, പിന്നെ പപ്പടവും. ഇത്രയാണ് കേട്ടോ നമ്മുടെ ഉച്ചയൂണ്. പിന്നെ ഞാൻ നല്ല കുരുമുളകിട്ട് രസം കൂടി വെച്ചിട്ടുണ്ട്. അപ്പം തണുപ്പൊക്കെ ആയത് പിന്നെ കുരുമുളകൊക്കെ കഴിക്കുന്നതാണ് കേട്ടോ നമ്മുടെ ഹെൽത്തിന് കുറച്ചൊന്ന് സേഫായിട്ട് വെക്കുള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ.